നമ്മുടെ തിരുവനന്തപുരം LGSന്റെ ഷോർട്ട് ലിസ്റ്റ് ഇട്ടു. എല്ലാവരും കണ്ടു കാണും. 535/2023 ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. അപ്പോൾ നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും സപ്ലൈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും ഒക്കെ നമുക്ക് മെസ്സേജ് ഇടുക. നമുക്ക് നോക്കാം. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ താഴെ കൊടുത്തിരിക്കുന്നവർ ഇത്രയും പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ ഏകദേശം കുറേ പേരെ നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്നാണ് തോന്നുന്നത്. താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മെയിൻ ലിസ്റ്റിലുള്ളവരുടെ രജിസ്റ്റർ നമ്പറുകൾ നോക്കി നിങ്ങൾ മെയിൻ ലിസ്റ്റിലാണോ സപ്ലൈ ലിസ്റ്റിലാണോ എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ നമുക്ക് സപ്ലൈയിൽ ഏകദേശം മെയിൻ ലിസ്റ്റിനോട് അടുപ്പിച്ച് തന്നെ ആളുകളെ എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ തിരുവനന്തപുരം LGSന്റെ കട്ട് ഓഫ് മാർക്ക് ഏകദേശം 65.33 വന്ന് നിൽക്കുന്നത്. അപ്പോൾ മാർക്കുള്ളവരും പ്രൊഫൈൽ മെസ്സേജസ് വന്നവരും എല്ലാവരും ഇത് സെർച്ച് ചെയ്യുക. ഇതിനകത്ത് ഞാൻ രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയും ഒക്കെ നമുക്ക് പ്രത്യേകം സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, മുസ്ലിംസും ഒക്കെ. അപ്പം നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്ന് വെച്ചാൽ ആ കാറ്റഗറിയിൽ നോക്കി ചെക്ക് ചെയ്യണം. എല്ലാവർക്കും ഹാപ്പി ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി തുടർന്ന് നമ്മുടെ അടുത്ത ജില്ലകളുടെയൊക്കെ ഉടനെ തന്നെ വരാനാണ് സാധ്യത. ഇപ്പം തിരുവനന്തപുരം ജില്ലയുടെയാണ് വന്നേക്കുന്നത്. ഇനി ബാക്കി എല്ലാ ജില്ലകളും അടുത്തടുത്തായി തന്നെ ഇടുന്നതായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കുന്നു. ഏകദേശം മെയിൻ ലിസ്റ്റിൽ 1094 പേരും സപ്ലൈ ലിസ്റ്റിൽ 1139 പേരും ഡിഫറൻറ്റ് ടേബിളിൽ 44. പിന്നെ കാൻഡിഡേറ്റ്സ് പ്രോബബിളി ലിസ്റ്റ് 2277 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 2277 പേര് വന്നിട്ടുണ്ട് 65.33 കട്ട് ഓഫിനകത്ത്. അപ്പം നിങ്ങൾ മെയിൻ ലിസ്റ്റിലാണോ സപ്ലിയിലാണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം നമ്മൾ ചിന്തിച്ച പോലെ തന്നെയാണ് കട്ട് ഓഫ് വന്ന് നിൽക്കുന്നത് 65.33. അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. അപ്പം നിങ്ങൾ മെയിൻ ലിസ്റ്റിലാണോ സപ്ലിയിലാണോ? അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.